ഗൂഗിൾ പേന്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യാൻ നിൽക്കാണ്. നമസ്കാരം. ഈ പ്രോട്ടീൻ കള്ളൻ പൊങ്ങലില്ലെന്ന് വെച്ചിട്ട് പറയല്ലേ, ദീപ് എളുപ്പം വരും. സ്റ്റോറീസ് ഒക്കെ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആണ് കണ്ടന്റ്സ് ആണ്. മുറ്റുന്നില്ല സംഭവം ബുദ്ധിയില്ല എന്ന് പറയുന്നത് കറക്റ്റാ. പാട്ടൊക്കെ കിട്ടിച്ചില്ല. നാടകം ഞാൻ ആർട്ടിസ്റ്റാടാ. ഇങ്ങനെ പൊങ്ങൂല. ആഴ്ചയിൽ ഒരു മസിലിനെ ട്രെയിൻ ചെയ്യുക, കൊല്ലുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. Hello everyone, so we are going to Alappuzha and we are going to meet Gogul bro. അപ്പോൾ രാവിലെ എണീച്ചു, പാൻ കേക്ക് ഉണ്ടാക്കി, പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ്ട് ട്രെയിന് കയറാൻ നിൽക്കുകയാണ്. വന്ദേ ഭാരതിലാണ് പോകുന്നത്, ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അതിൽ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി കാരണം എന്തായാലും ട്രെയിൻ എത്തിയിട്ടില്ല, എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വന്ദേ ഭാരതിൽ പോകുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളാണിത്. ബിസ്ക്കറ്റും ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ വെള്ളക്കുപ്പി. ലക്ഷറി സെറ്റപ്പ്, അടിപൊളി. വന്ദേ ഭാരതം കറക്റ്റ് 9:35 എത്തും പറഞ്ഞു. കറക്റ്റ് 9:35 എത്തി. അപ്പോൾ അവിടെ നമ്മൾ 12:30 എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ബൈ. സോ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു ആലപ്പുഴ. ഇപ്പോൾ ഗൂഗിൾ വരുന്നുണ്ട്, 10 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പോൾ അവരെ പോസ്റ്റാണ്. മലപ്പുറം മഞ്ചേരി. ഞാൻ ഈ കോഴിക്കോട് തന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞു. ക്ഷമിക്കണം ഗൈസ്, കോഴിക്കോടല്ല മലപ്പുറമാണ്. മലപ്പുറം മഞ്ചേരി. ഒറ്റക്ക ഫ്രണ്ട്സ് ഉണ്ടോ? നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ജിമ്മിൽ വർക്ക് ചെയ്യുന്നവന്മാരാ. അതാണ് ഇതാ വരുന്നേ. ഒരു കാണുന്നതിനേക്കാളും വലിപ്പുണ്ടല്ലോ, സൈസ് ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഡോറ് അടിപൊളിയല്ലേ? വോ, സീന്. വേറെണ്ട അപ്പുറത്ത് ബ്രീഡ് ഏതാ? ലാബ്. നീ ഉണ്ടോ? വേറെ ആളുണ്ടോ? അയ്യോ, സൗണ്ട് ഇതിനാണല്ലോ കൂടുതല്. സൗണ്ട് ഇതിനാ കൂടുതല്. അലി നമ്മൾ അന്ന് അവിടെ കണ്ടേ, ഡെക്കാത്തോണ്ട് അവിടെ മഞ്ചേരി. ഓക്കെ ഓക്കെ ഓക്കെ.
കോഴിക്കോട് സ്പെഷ്യൽ കോഴിക്കോട് മലപ്പുറം മലപ്പുറം സ്പെഷ്യൽ എന്തുകൊണ്ടുണ്ട് കഴിച്ചു നോക്കാം. അതിന്റെ വീഡിയോയിൽ മാത്രമേ കാണാറുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കല്ലേ. അതെ, കുറച്ചുകൂടി ബനാന ഇട്ട് കഴിഞ്ഞാല് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു മധുരം ഉണ്ടല്ലോ, ആ ബനാനന്റെ ആ മധുരം ഉണ്ടാവും. കേരളത്തിൽ ഒട്ടനവധി ആൾക്കാർ ഇവിടുത്തെ മുട്ട കഴിച്ചു. ഇനി ഇവരും കൂടെ ഓന്നിക്കൽ പഞ്ചത്തിൽ ഓരോ അരിയും പെറുക്കിന്ന് പറഞ്ഞ പോലെ. ഏത് അത് ചെറിയ വേണ്ട, ഞാൻ ഇതാണ് എഴുതി വാങ്ങിയതാ. പിന്നെ മനസ്സിലായത് 2100. ആ ഉണ്ട്, അതുണ്ട് 10,000 ഉണ്ട്. പ്രൈസ് ഡിഫറൻസ് എനിക്കറിയില്ല. ഈ ലാർക്ക് സംഭവം അതെ സമ്മതിച്ചു തന്നു. അതൊന്നും ചെയ്യേണ്ടി മനസ്സിലായി, എന്തൊക്കെ ചെയ്യേണ്ടി മനസ്സിലായി. അത് ഈ ഒരു ഇതിന് ആകെ 2 മാസത്തെ ട്രിപ്പാ, ആകെ 2 മാസം. അത് ഇതിനല്ല, ഐസിനല്ല, മറ്റേ മലപ്പുറത്തെ കോമ്പറ്റീഷൻ അത് പിന്നെയും മാറ്റി, May 25 40 days. അത് പറഞ്ഞു, കാരണം നമ്മുടെ അടുത്ത് കുറെ പിള്ളേർ ഇറങ്ങണ്ട്. കൊറേ ആളുകൾ ഇവിടുന്ന് വിഷ്ണു ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു പയ്യനുണ്ട്, അവൻ അത്യാവശ്യം നല്ല കണ്ടീഷനാ ഫിസിക്ക്. പിന്നെ മറ്റോ വരുന്നുണ്ട്, മറ്റേ എന്റെ കൂടെ ടൈറ്റിലില്ലായിരുന്നോ ഡെക്കാത്തോണില് ഉണ്ട്. ഞാൻ എന്തായാലും ചെയ്യണില്ല, ഞാൻ ഈ ഐസിന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു കേരള ടൈറ്റിൽ അടിച്ച് ഇനി കേരളം വേണ്ട. കോമ്പറ്റീഷൻ അടിപൊളി. ഡെക്കാത്തോൺ വന്നപ്പോഴാണ് ഞാൻ ഇത്രയും അത്ലീറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, നമ്മൾ ആരെയും കാണില്ലല്ലോ. ഉണ്ട്, കാരണം നമ്മള് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി കുറച്ചാണല്ലേ ഉള്ളൂ, പിള്ളേർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴത്തേക്ക് മറ്റേ സംഭവാ, ഞാൻ അവനെ നോക്കിട്ട് ഇതാക്കണ്, അവൻ എന്നെ നോക്കി പേടിക്കണ്. നമ്മളൊരു പാട്ടൊക്കെ ഇട്ടിച്ചില്ല, അഭിനയത്തിന് അങ്ങേറ്റം. ഐസിയന് ഭയങ്കരതായി, അതായത് അത്രക്കും കണ്ടീഷൻ, അതായത് കണ്ടാ പറയില്ല നാച്ചുറൽ കാര്യം, അത്രക്കും ഹൈ ലെവൽ കണ്ടീഷൻ. ഇവരാല് ഒരു 1 month മുന്നേ തന്നെ സ്റ്റേജ് റെഡി കണ്ടീഷൻ ആക്കിയാണ് വെച്ചിരുന്നത്. പിന്നെ അധികം വർക്ക് വരില്ല. ഹർഷലും അങ്ങനെയുണ്ട്, അങ്ങനൊക്കെ 1 month മുന്നേ തന്നെ ഫുള്ള് ലെഗിന്റെ ഫുള്ള് സ്ട്രേഷൻസ് ഫുള്ള് ഞാൻ സെറ്റ് ചെയ്തു. ഏറ്റവും ഓടിച്ചല്ലോ ആരാ? രോഹിച്ചവൻ. രോഹിച്ചവനെക്കാട്ടിലും കുറച്ചുകൂടെ കണ്ടീഷൻ മറ്റേ പുള്ളിക്ക് ഹർഷലിനല്ലായിരുന്നു. പക്ഷെ എനിക്കൊറ്റ സീൻ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രോഹിത്തിന്റെ അത്രയും ബ്യൂട്ടിഫുൾ അല്ല പുള്ളിനെ കാണാൻ. ഭയങ്കര റിപ്ഡ് ആണ്, പക്ഷെ ആൾക്ക് ആ ഒരു എസ്തെറ്റിക്സ് ഇല്ല, ബ്യൂട്ടി ഇല്ല. ക്ലാസിക് ഫിസിക്കല് ബോഡി ബിൽഡിംഗിൽ ഓക്കെ, ബോഡി ബിൽഡിംഗിൽ പുള്ളി ഓക്കെ പറഞ്ഞിരിക്കണം, പക്ഷെ ക്ലാസിക്കൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഭംഗിയുണ്ട്, അതിന് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ രോഹിത്തിന്റെ പോസിംഗ് അത് സമ്മതിച്ചു കൊടുക്കണം, അതാണ് ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. അത് കൊടുത്താൽ മാത്രമേ പണി നടക്കത്തുള്ളൂ. അല്ലാതെ നോക്കുമ്പോഴത്തേക്കും കണ്ടീഷൻ അടിപൊളി, പക്ഷെ ക്ലാസിക് ഫിസിക്കലി ആ ഒരു എസ്തെറ്റിക് ലുക്ക് വരണം. അതെ, ആ നോർമൽ ബോഡി ബിൽഡിംഗ് കമ്പാരിറ്റീവ്ലി ആ ഒരു എസ്തെറ്റിക് ലുക്ക്. പക്ഷെ എന്താ പുള്ളി ബെഞ്ച് ഫിസിക്കൽ ഇറങ്ങിയിട്ടൊന്നും കിട്ടാൻ രോഹിത് വാഷൗട്ടൊക്കെ. പിന്നെ അതിന് വേറെ മൂടുണ്ട്, ഒരു ലിമിറ്റ് കാര്യങ്ങളുണ്ട്. റെയിൻ ജോഷൊക്കെ കേറി വരും, അങ്ങനെ കഴിഞ്ഞോ പോസിംഗ് കൂടി പഠിച്ചു കഴിഞ്ഞാലേ. മോൻ കാര്യത്തൊന്നും പോസിംഗ് ചെയ്തിട്ടില്ല, നിൽക്കൽ മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല, എനിക്ക് ഞാനിവിടെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എടാ ഇവന്മാർക്കൊക്കെ ഈ കാണുന്ന വലിപ്പം ഉണ്ടാ? അതാണ് സംഭവം. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഇല്ല, അതാണ് ഇൻസ്റ്റാഗ്രാമില് ആസിനെ നോക്കിയാൽ മതി. കുപ്പായ വരി കഴിഞ്ഞാല് നേരിട്ട് കാണുമ്പോ നോർമൽ പേഴ്സൺ, നോർമൽ നമ്മളെ പോലെ തന്നെ. ആ വീഡിയോ ഉണ്ടല്ലേ പറയുമ്പോഴത്തേക്ക് വീഡിയോയില് കാണുന്ന കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. നേരിട്ട് വരുമ്പോ അറിയാം എന്താണ് ഡെഫിനിഷൻ, ആരെങ്ങനെ ഇരിക്കണം എന്നുള്ളത്. കണ്ടീഷന് ഫേസ് കണ്ട് ജോലിനെ മറ്റേ പുള്ളിയല്ലേ ചെയ്യിക്കണേ, മറ്റേ സിദ്ധ് ആണ് പോസിംഗ് ആവാത്തത്. പോസിംഗ് ഒന്നും ആവാത്തതാണ്. പോസിങ്ങിന് ഈ
ഇതിന് ICNന്റെ ആ ഒരു കോച്ചസ് വേണം. ഈ ഇൻഷേപ്പ് കോച്ചിങ് അടിപൊളിയാണ് ഒന്ന്. ഇനി നമ്മൾ ഈ നാറ്റി കോച്ച് സെറ്റാണ്. യുവ ഫിറ്റ്, യുവ പ്രകാശിന്റെ അവൻ്റെ ഇതുണ്ടല്ലോ, ജേക്ക് ബെർലിയുടെ ഉണ്ടല്ലോ, അവരെല്ലാം കൂടുതൽ ടൈറ്റിൽ അടിച്ചേക്കണേ. ഇൻഷേപ്പ് ഓരോ ഇവരടിപൊളിയാണ്. ഞാൻ ഇടയ്ക്ക് മനസ്സിലാക്കും അത് ഫോളോ അപ്പ് ചെയ്യും മൂപ്പരെ. കാരണം മൂപ്പര് സ്റ്റോറീസ് ഒക്കെ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആണ് കണ്ടൻസ് ആണ്. ഇന്ത്യയൊക്കെ വർക്കൗട്ട് ആയാലും ഇപ്പം ഫോക്കസ് ചെയ്യേണ്ട ഇതാണ്. അതായത് പുഷ് വർക്കൗട്ടിൻ്റെ അന്നൊക്കെ എസെൻട്രിക്കിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ട ഭയങ്കര നമുക്ക് കുറെ നോളജ് കിട്ടും. ഇത് നേരിട്ട് ഞാൻ 2 മാസം കണ്ടിരുന്നു മൂപ്പരെ. ഞാൻ ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പോ ICM പോകുമ്പോ കാണാം. നാടകം ഞാൻ ആർട്ടിസ്റ്റാടാ, ആക്ടറാടാ. പിന്നല്ല ഇത് മാത്രമേ ഉള്ളൂ, എല്ലാം ഉണ്ട്, അഭിനയമുണ്ട്. അങ്ങനത്തെ കോലം വേറെ കോലാണല്ലേ? അങ്ങനത്തെ വേറെ കോലല്ലേ? അതെ, വേറെ കോലം. അച്ഛമ്മോളെ വാശിയാണ്. NPC അത് ഫസ്റ്റത്തെ ആ കോമ്പറ്റീഷന് ഫസ്റ്റത്തിലടാ ടൈറ്റിൽ കിട്ടിയത്. കണ്ട ഓർമ്മ ഉണ്ടോ മുന്നേ? പിന്നെ ഡെക്കാത്തലോൺ ഉണ്ടായിന്. So we are going to the gym for the workout. ഏത് ചെയ്യുന്ന തീരുമാനമായിട്ടില്ല, ഒന്നുകിൽ ആംസ് അല്ലെങ്കിൽ ബാക്ക്. എന്തായാലും ഓൾറെഡി ഉള്ളിൽ കുപ്പായിട്ട് തന്നെ പാൻറ് മാറ്റി. സോ ഇനി നമുക്ക് ജിമ്മിൽ നിന്ന് കാണാം. എനിക്ക് എന്റെ സീൻ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ഇടുക, അടിക്കുക, പാട്ടൊക്കെ പോവുക, ആരും സംസാരിക്കാൻ പറ്റും. അതിനിടയ്ക്ക് കുശലൊക്കെ ചോദിക്കാൻ ഞാൻ തരുമായിരിക്കും. പറയാനൊന്നുമില്ല, നമ്മൾ പ്രിയോടെ എടുത്തു. സോ ബോഡി കയറാൻ ഒരു ഹാഫ് ആൻ അവർ എടുക്കും. അതുകൊണ്ട് നമ്മൾ വാമ്പോയി ഫുൾ സെറ്റ് ആവും. എന്നിട്ട് നമ്മൾ വർക്കൗട്ട് തീരുമാനിക്കാം. നമസ്കാരം. കാരണം വീക്ക് പാർട്ട് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ലീൻ ബൾക്കിനും കൂടെ ആയതുകൊണ്ട് കാലറീസ് കൂടുതലുള്ളത്. എന്തായാലും ഓൾറെഡി നമുക്കറിയാം എൻ്റെ ഷോൾഡർ ഡോമിനൻ്റ് ആണ്, കോർ ഡോമിനൻ്റ് ആണ്, ചെസ്റ്റ് അത്യാവശ്യം ഓക്കെയാണ്, ബാക്ക് ഓക്കെയാണ്, ലെഗ് ഓക്കെയാണ്, കാഫ് ഓക്കെയാണ്. പക്ഷേ എൻ്റെ വീക്ക് പോർഷൻ ആവശ്യം. അപ്പം അതിന് ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യണേ. ബാക്കിയുള്ളവരെ നോർമലി ചെയ്താൽ മതി. ഷോൾഡർ ജസ്റ്റ് ഒക്കെ നോർമൽ ചെയ്ത് ഗെയിംസ് ആവും. പക്ഷെ എങ്ങനെ കളിച്ചിട്ടും ഇത് നേരെ ഓപ്പോസിറ്റാണ്. ആംസ് ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് പാർട്ട്. ഷോൾഡർ അതുപോലെ ചെസ്റ്റ്, ബാക്ക് മെയിൻ ഡെവലപ്മെന്റ്. NCC ആയതുകൊണ്ടും നമുക്ക് ആംസ് അത്രയ്ക്ക് ഡോമിനൻ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മിഡ് സെഷനും അപ്പർ ചെസ്റ്റും ലാറ്റ്സും ഷോൾഡറും പിന്നെ പോസിയാനും കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ഉഷാറാണ്. Hello everyone, so we are at our Pro ഫിറ്റ്നസ് സ്റ്റുഡിയോ. യെസ്. അപ്പോൾ നമ്മൾ ഗോകുൽ ബ്രോൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. നമ്മൾ ജിമ്മിലെത്തി. സോ ടുഡേ വി ആർ ഡൂയിങ് ആംസ് ഇപ്പോൾ തന്നെ പമ്പാണ് കേട്ടോ. സോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പ്രീ വർക്കൗട്ടൊക്കെ എടുത്തു, ഫുൾ സെറ്റായി. നമ്മൾ ഇൻട്രോ വീഡിയോ ആദ്യം എടുത്തിന്, പക്ഷേ മൈക്ക് ഓണിലായിരുന്നു. റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ലെന്നായിരുന്നു കംപ്ലൈന്റ്. അതുകൊണ്ട് അത് വിട്ടു. ഞങ്ങൾ രണ്ടാമത് എടുക്കാണ്. സോ ഇത് പുതിയ കാര്യമൊന്നുമില്ല. 5 മിനിറ്റിന്റെ വീഡിയോ എടുത്തിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ക്യാമറ ഓഫ് വരുന്നു അല്ലെങ്കിൽ മൈക്ക് ഓഫ് വരുന്നു എന്നൊക്കെ. ഇതൊക്കെ ഫോണിലെടുക്കുമ്പോ നീ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇപ്പൊ ശരിയാവും. ഇല്ലേ, ഇത് ഇവന് എടുത്തിരുന്നുണ്ട്. നീ ഒറ്റക്ക് എടുക്കുന്ന സീൻ ഉണ്ടാവും. ഒറ്റക്ക് എടുത്തിട്ട് ഞാൻ വന്നിട്ട് ഫുള്ള് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ടാ. ഐഫോൺ സ്റ്റോറേജ് ഫുൾ 1 മിനിറ്റ് റെക്കോർഡ് ആയുള്ളൂ, ബാക്കി 5 മിനിറ്റ് വേസ്റ്റ്. അവസ്ഥ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല. നാട്ടുകാരുടെ വിചാരം നമ്മൾ ഈ വന്ന് ഇവിടെ നിന്ന് ചിരിച്ചു കാണിക്കണതും അതൊക്കെയാണ് സെറ്റപ്പ്. പൊന്നു മക്കളെ, സോ എന്തായാലും നമ്മള് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. നമ്മള് ഇന്ന് ആംസാണ് ചെയ്യാൻ പോണത്. സോ ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യും, എന്നിട്ട് നമ്മൾ വർക്കൗട്ടിലേക്ക് പോകും. സോ വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്തൊക്കെ വെച്ചാൽ ഒരു പുഷ് ഡൗൺ ഉണ്ടാവും, പിന്നെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിന് കൂടുതൽ ഡിപ്സ് അടിക്കും. സോ ട്രൈസെപ്സ് അത്ര ഉണ്ടാവുള്ളൂ, സിമ്പിളാണ്. പിന്നെ ബൈസെപ്സ് അതേപോലെ തന്നെ ഒരു
ഫ്രണ്ടിക്കുള്ളതും ഒരു ഹാമറും പിന്നെ വേറെ ഇതൊക്കെ നോക്കാം നമുക്ക്. ഇതിപ്പോൾ 2 മതിയോ? അപ്പം വർക്കൗട്ട് ചെയ്യുന്ന മുന്നേ വാംപ്പ് ചെയ്യണം. സോ വാംപ്പൊക്കെ പോവാം നമുക്ക്. That's all. Bye. Let's go. ഫസ്റ്റ് സ്ട്രെച്ചിങ് ചെയ്യാം. സാധാ ഇത് ചെയ്യാം. ഫ്രണ്ട് ഇല്ല, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ വർക്കൗട്ടിന് മുമ്പേ ജസ്റ്റ് റാൻഡം റൊട്ടേഷൻസ് ആൻഡ് സ്ട്രെച്ചിങ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം ബിഗിനർ ആയാലും ഇന്റർമീഡിയറ്റ് ആയാലും ഭയങ്കര പ്രോ ലീഗ് പ്ലെയർ ആണെങ്കിലും സ്ട്രെച്ചിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ബിഫോർ ദ വർക്ക്ഔട്ട്. അല്ലെങ്കിൽ ഇഞ്ചുറി വരും, ഷുവറാണ്. നമുക്ക് കാലിസിൻസ് കുറെ ചെയ്ത് നോക്കുന്നുണ്ട്. കാലിസിൻസ് ഞാൻ പണി തുടങ്ങാൻ പോവാ. കിഡിന സംഭവം സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ ബെസ്റ്റാണ്. നമ്മൾ അതിന് കൂടുതൽ നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് ചെയ്യുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ സൈസും ഉണ്ടാവും സ്ട്രെങ്ത്തും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. രണ്ടും വേണം നമുക്ക്. അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച കാലിസ്റ്റനിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇപ്പൊ നമ്മള് എവിടേക്കും പോയി കഴിഞ്ഞാല് ഇപ്പം വെയിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്ക് ഇത് ചെയ്താൽ മതി, കാലിസ്റ്റനിക്സ് ചെയ്താൽ മതി. ബെസ്റ്റ് ആണ്. നമുക്ക് എവിടുന്ന് ചെയ്യാം, എവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാം. ഞാൻ മറ്റേ ഹോട്ടലിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് കസേരയിലിരുന്ന് ആ പരിപാടിയൊക്കെ അതാണ് ചെയ്യുന്നത്. റെസ്റ്റ് വന്ന് ലോവർ ബാക്കിന് ഇവിടെ ഉണ്ടല്ലോ കൊളത്തി പിടിച്ച് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയതാ. ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് ഡ്യൂട്ടിനിടയിൽ ഒരാൾക്ക് കാണിച്ചു വെക്കാൻ വേണ്ടി വലിയ ആളായിക്കാണ്ട് 44 kg എടുത്താണ്ട് അവിടെ ഏറ്റവും വലിയ വെയിറ്റാ 44 kg. അപ്പോൾ ഒരാൾ ചോദിച്ചു ഇത് എത്ര വെയിറ്റ് എടുക്കലോ ചോദിച്ചു. അങ്ങനെ 44 kg എടുത്താണ് ഞാൻ ശ്രദ്ധ ചെയ്യലുണ്ട്. അപ്പോൾ വാമ്പം ചെയ്യാതെ തന്നെ ജസ്റ്റ് ആ ഇതിൽ ഇങ്ങനെ പോയിക്കാണ്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് വെച്ചു സാധാ പോലെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ പെയിന് ഇവിടെ ഈ ഒരു കറക്റ്റ് ഇവിടെ. ഞാനിവിടെ എന്താണെന്ന് അറിയാം, ഞാനിപ്പോ പിന്നെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിലോ എന്താണെങ്കിലും 10 കിലോ ഒക്കെ എടുക്കും. 10 കിലോ എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പം നമുക്കും ബുദ്ധിമുട്ടില്ല, ഫോം അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. മറ്റേ ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം പെയിൻ വന്ന് ആ പെയിന് പിന്നെ കൂടി നീരുകെട്ട് സംഭവം. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അവിടെ തിരിയാൻ വെക്കില്ല. വണ്ടിയിലെ പോകുമ്പോ ഇത്രയുള്ളൂ എന്തോ പെടലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമുക്ക് ഫുൾ ബോഡി സ്റ്റക്കായി കിടക്കാണ്. അത് ഇവിടെ വരുമ്പോ ആ സ്പൈൻ്റെ തൊട്ടടുത്താണ്. അപ്പൊ ആ ഫുൾ ലോക്കായി അങ്ങനെ എന്നിട്ട് വർക്കൗട്ട് ചെയ്ത് ഞാൻ മാക്സിമം കഴിഞ്ഞൊക്കെ. പക്ഷെ നടക്കൂല, മനസ്സിലായി. ഞാൻ 1 month റെസ്റ്റ് എടുത്തു, ഫാറ്റ് കയറി, മസിൽസ് ഡൗൺ ആയി, തിരിച്ച് കൊണ്ടുവരാണ് ഇപ്പോ. വെയിറ്റ് ഉണ്ടാവലുണ്ട്. അതെ, അതായത് വാം സെറ്റ് ഒന്ന് വേണം, പിന്നെ വർക്കിംഗ് സെറ്റ്സ്. ഓക്കെ, വർക്കിംഗ് സെറ്റ്സ് ആണ് മാക്സിമം എഫേർട്ട് കൊടുക്കുക. വാം സെറ്റിൽ നമ്മൾ ജസ്റ്റ് ആ മസിലിന്റെ ഉള്ളിൽ ആ ബ്ലഡ് ഫ്ലോ കയറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു മൂവ്മെന്റ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു വാം സെറ്റ് ചെയ്യും. ഓക്കെ, വാം സെറ്റ് ചെയ്യാതെ നേരെ പോയിട്ട് വർക്കിംഗ് സെറ്റ് ചെയ്യുന്നത് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. സോ വാം സെറ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവ്മെന്റ് പറഞ്ഞാൽ നമ്മുടെ ലോങ് ഹെഡിനാണ്. ഓക്കെ, ലോങ് ഹെഡ് ബോക്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ട്രൈസെപ്സിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇതാ ഇത്രയും പാർട്ട് എന്താടാ ബാക്കാണ് കണ്ടോ, ആ ലോങ് ഹെഡ് അല്ല. അപ്പോൾ നമ്മൾ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പോണത്. സോ ബട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് സപ്പോർട്ടിന് കൊടുക്കുക. ഓക്കെ, ചിലവർ ഇങ്ങനെ ചെയ്യണവരുണ്ട്, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടിക്കോളുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ടായോ. അപ്പോൾ ഈ ഒരു ബട്ട് ഇവിടെ കൊടുത്തിട്ട് എന്നിട്ട് ഫ്രണ്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ, ദെൻ നൈസ് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക, നല്ലതാണ്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ സ്ട്രൈറ്റ്, ബാക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് കൊടുക്കുക. നൈസ്, കൂൾ. 3 4 2 ഓക്കെ, വാമ്പല്ലേ കോൺസ്റ്റന്റ് വെക്കണം, ജസ്റ്റ് പൊങ്ങിക്കോട്ടെ. ഓക്കെ, ഇനി താഴ്ത്ത ഒന്ന് പൊക്കി കൊടുക്കുക, ഇനി താഴ്ത്ത. സൂപ്പർ. 9 10 5 4 3 ഓക്കെ, പോണ. അങ്ങനെ ജിമ്മ് ഓപ്പൺ ആണ് നമുക്ക്. പക്ഷെ അവിടെ മെഷീൻസ് കുറവാണ്. രാത്രിയിലത്തെ പ്രശ്നം ഇതാണ് ജിമ്മിലെ. അങ്ങനെ കുഴപ്പമുണ്ട്, അവിടെ മെഷീൻസ് ഇല്ല, അതായത് വളരെ കുറവാണ്. ഞാൻ കുറച്ച് മുന്നേ ഫോളോ ചെയ്ത ആളുണ്ട്, മൈക്ക് മെൻസർ. ഓക്കെ, സോ മൈക്ക് മെൻസറിന്റെ ഒരു ഫിലോസഫി എന്താ വെച്ചാല് 1 set till failure.
ഓക്കെ. അതെ. ഒറ്റ സെറ്റ് ടിൽ ഫെയിലിയർ. അത് നമുക്ക് ആ ഒരു പ്രോപ്പറായി ചെയ്യണമെങ്കിൽ ഓക്കെ, ആ ഒരു 1 സെറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു മസിലിന് കിട്ടുന്ന ആ ഒരു സ്റ്റിമുലസ് കിട്ടും. പിന്നെ പ്രോപ്പർ റെസ്റ്റും റിക്കവറിയും അതുപോലെ ന്യൂട്രീഷനും ഓൺ പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഗ്രോത്ത് സംഭവിക്കും. പുള്ളിയാണ് അർണോൾഡിനൊക്കെ കുറ്റപ്പെടുന്നത്. അർണോൾഡ് ചെയ്യണമെന്ന് വോളിയം ആവശ്യമില്ല, അത്ര ഒന്നും വേണ്ടെന്ന് പുള്ളി പറയണത്. പുള്ളി പറഞ്ഞ ആഴ്ചയിൽ ഒരു മസിലിനെ ട്രെയിൻ ചെയ്യുക, കൊല്ലുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. സോ ആ ഒരു മെത്തേഡ് ഞാൻ കറക്റ്റ് പ്രോപ്പറായി ഫോളോ ചെയ്തിരുന്നു അബ്രോഡ് ആയപ്പോ. ഞാനിപ്പോ അതാ ഫോളോ ചെയ്യണേ. കഴിഞ്ഞ ഒരു 4 ആഴ്ചയായിട്ട് എന്റെ ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എന്റെ റുട്ടീൻ അതാണ്. ആഴ്ചയിൽ ഒരു മസിൽ, നല്ല ഉറക്കം, പ്രോപ്പർ ന്യൂട്രീഷൻ, കറക്റ്റ് പ്രോട്ടീൻ ഇൻടേക്ക്, എല്ലാം ഓൺ പോയിന്റ്. ബൾക്കിംഗ് ആകുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. കാരണം ഇല്ല എനർജി വെച്ചാണെങ്കിൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, ആ ഒരു ഗ്രോത്തിനുള്ള ആ ഒരു സ്റ്റിമുലസ് കൊടുക്കാൻ കഴിയണം. ഓവറായിട്ട് എനർജി വെറുതെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ അത് ഞാൻ അവിടെ അബ്രോഡ് ആയപ്പം ചെയ്ത സംഭവമാണ്. എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ്. അതായത് ഓരോ വീക്കും നമുക്ക് സ്ട്രെങ്ത് കൂടി 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 വരും. കാരണം പ്രോപ്പറായ റിക്കവറി കൊടുക്കുന്നുണ്ട്, പ്രോപ്പറായ ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അധികം ഓവർ ട്രെയിനിങ് ഇല്ല, ആവശ്യത്തിന് മാത്രമേ ട്രെയിൻ ചെയ്യുന്നുള്ളൂ. സോ അത് ഞാൻ അനുഭവിച്ചാണ്. പക്ഷേ ഇതിനൊരു ഡൗൺ സൈഡ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമ്മൾ കട്ടിങ് ടൈമിൽ ഈ ഒരു സെയിം ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നമുക്ക് കാലറി കൂടുതലുള്ള സമയത്ത് സംഭവങ്ങൾ കൂടുതൽ പുഷ് ചെയ്യാനും പറ്റും. കട്ടിങ് ടൈമിലാകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ അത്രയ്ക്ക് കാർബ് ഉണ്ടാവത്തില്ല, എനർജി കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം കുറച്ചുകൂടെ സ്പ്ലിറ്റ് മാറ്റണം, ഫ്രീക്വൻസി ഒന്ന് കൂട്ടി കൊടുക്കണം. അതായത് കിട്ടുന്ന സ്റ്റിമുലസ് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും മസിൽസിന് ആ ഒരു ലെവൽക്ക് നിൽക്കണമെങ്കിൽ. കാരണം ഞാൻ ആ ഒരു വീക്ക്ലി 3 days ഒക്കെ വെച്ചാണ്ട് കട്ടിങ് ടൈമിൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിക്ക് ലോസ് ഉണ്ടായിരിക്കണം. ഒരു കാരണം അത്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അബ്രോഡ് ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഡയറ്റ് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രോട്ടീൻ്റെയൊക്കെ ഒന്ന് കുറവായി. അതിനും കാരണം ഈ മൈക്ക് മെൻസർ തന്നെയാണ്. ഓൻ പറഞ്ഞ ഈ പ്രോട്ടീൻ നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. പക്ഷെ കട്ടിങ് ടൈം ആകുമ്പോൾ പ്രോട്ടീൻ്റെയൊക്കെ നമുക്ക് ആവശ്യം നല്ല രീതിക്ക് വേണം, അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും ഷുവർ. Easy. Last one more. Line support. Cool. Nice. Cool. Easy. നോക്കി കാണാത്ര യെസ്. ഒരു ദിവസം ക്ലോസ് ആകാൻ പറ്റുമോ നോക്കാം. ഇവിടെ 7 യെസ് 8 come on 9 10 യെസ്. ഓക്കെ, ലാസ്റ്റ് സെറ്റ് ആണ്. സോ വി ഹാവ് ടു ഗിവ് എവറിത്തിങ്. നമുക്ക് എത്രത്തോളം ഉണ്ടോ അത് മൊത്തം ഇതിൽ കൊടുത്തിട്ട് നമുക്ക് മാക്സിമം ഡാമേജ് ആ ഒരു മസിലിന് കൊടുക്കണം. ഓക്കെ, സോ ദിസ് വിൽ ബി എ ഡ്രോപ്പ് സെറ്റ്. അപ്പോൾ എല്ലാവരും റെപ്പ് കൗണ്ട് വെച്ചിട്ടാണ് കൂടുതൽ പേരും ഈ ഡ്രോപ്പ് സെറ്റ് ചെയ്യേണ്ടാവുക. അതായത് ഒരു 8, 12, 15. അപ്പോൾ അങ്ങനെ റെപ്പ് കൗണ്ടൊന്നും വെക്കാതെ നമുക്ക് എത്ര കിട്ടുമോ അത്ര വെക്കും. അതായത് റെപ്പ് കൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് ആ ഒരു മാക്സിമം ആ ഒരു ഫെയിലത്തിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ടിൽ ഫെയിലർ അടിക്കുക ഓരോ സെറ്റിലും, അങ്ങനെ ഡ്രോപ്പ് അടിക്കുക. അപ്പോൾ ലാസ്റ്റിക്ക് നമുക്ക് പക്ക ഫെയിലർ എത്തിയിട്ടുണ്ടാവും. Yes. So let's go for the failure. Last set. Boom. See boy. 1 2 nice. 3 4 super. 5 easy boy. Easy. See 2 more. See 1 more. Up. Nice. Nice set. 8 come on. Come on. Yes. 8 9 10. Okay. Yes. Come on. What? 1 more. Yes. What? 1 more. What? Perfect. അയ്യോ, ഇത് വല്ലാത്ത ഫീലർ ആയിപ്പോയി. സെറ്റ് വേണം. കടവുളേ. So that's it.
സോ ലോങ് ഹെഡിൽ ആയി കണ്ടാ, ലോങ് ഹെഡിൽ ഓടാനില്ല. ലോങ് ഹെഡ് പമ്പായി. സോ ലോങ് ഹെഡ് ഇതേപോലെ ഒരു ഏതാണ് വീക്കായുള്ളത് അതിനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം എനർജി നമുക്ക് അതിമേ സ്പെൻഡ് ചെയ്യാൻ കഴിയും. അപ്പം ഷോൾഡറിനെ കേസ് എടുക്കുകയാണെങ്കിൽ ഷോൾഡർ കൂടുതൽ പേർക്ക് ഈ സൈഡൊക്കെ അതുണ്ടാവാം. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അത് കൂടുതൽ ഡെവലപ്പായി കിട്ടും. അയ്യോ. സോ അടുത്ത് നമ്മുടെ നമുക്ക് പുഷ് ഡൗൺ അടിക്കാം. നമുക്കിനി പുഷ് ഡൗൺ അടിക്കാം. പുഷ് ഡൗൺ കൂടുതൽ നമുക്ക് ഡിപ്സ് അടിക്കാം സൂപ്പർ സെറ്റ് ആയിട്ട്. അപ്പൊ ഏതാണ് തീരുമാനം? ട്രൈസെപ്സ് തീരുമാനമാവും, പിന്നെ നമുക്ക് ബൈസെപ്സ് ബാക്കി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പോരാ. അതായത് ഷോൾഡർ ആംസിന് അത്രയ്ക്ക് ഇല്ലെങ്കിൽ ഭയങ്കര പോരാ. അതായത് ഷോൾഡർ ചെറുതാവും, പക്ഷെ ആംസ് നല്ല സൈസായി നിൽക്കും ചെയ്യും. ഉണ്ടോ, ഷോൾഡർ നല്ല ഡെവലപ്മെന്റ് എടുത്താണ്ട്. കാരണം നമുക്ക് എല്ലാ മസിലും നമ്മൾ ഇതുവരെ ഒരേപോലെ ട്രെയിൻ ചെയ്തിന്, പക്ഷെ ഓരോ മസിലിനും ഓരോ രീതിക്ക് ഗെയിൻസ് കൊടുക്കണം. അപ്പോൾ ഇതിന് കൂടുതൽ ഫ്രീക്വൻസി വേണമെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി. ഫ്ലാറ്റാ പിടിക്കുമ്പോൾ ഉണ്ടാവും, പക്ഷെ ഫ്രണ്ട് വീക്കാണ്. ഉണ്ടോ, ഫ്രണ്ട് ഞാൻ പുഷ് പുള്ളക്ക് കുറെ കാര്യം ട്രൈ ചെയ്തിന്. ആ പുഷ് പുള്ളക്ക് ട്രൈ ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രണ്ടിന് അധികം ഫോക്കസ് കൊടുക്കൂല. അതായത് ഈ ചെസ്റ്റിന്റെ ഇതിലുണ്ട് വിചാരിച്ചിട്ട് ഫ്രണ്ട് സ്കിപ്പ് ചെയ്യും. അതായത് ഷോൾഡർ പ്രസ് കുറെ കാലം സ്കിപ്പ് ചെയ്ത് പിന്നെയാണ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല മനസ്സിലായത്. സോ ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ നിൽക്കും. പക്ഷെ ആംസ് അങ്ങനെ ആംസും ബാക്കിയുള്ള മസിൽസും മൊത്തം ട്രെയിൻ ചെയ്ത്, അതാണ് ആംസ് കുറച്ച് വലുതായത്. സോ ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്തു എന്ത്, എക്സ്റ്റൻഷൻ. ഓക്കെ, വി ബാറിൽ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ സെക്കൻഡ് വർക്കൗട്ടാണ്. സെക്കൻഡ് വർക്കൗട്ട് പറഞ്ഞാൽ നമ്മൾ ബാറിൽ പുഷ് ഡൗൺ ചെയ്യും, അതിന് കൂടെ തന്നെ ബെഞ്ച് ഡിപ്സും ചെയ്യും. ഓക്കെ, സോ ട്രൈസെപ്സിന് അത്രയ്ക്ക് മതി, ചെറിയ മസിലാണ്. അപ്പം ഓവർ ചെയ്യാൻ കുറേ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ലോങ് ഹെഡ്, ലാറ്ററൽ ഹെഡ്, മീഡിയം ഹെഡ് ആ ഒരു അങ്ങനെ സിംബസ് കിട്ടിയാൽ മതി. ഓക്കെ, സോ ചെയ്യാൻ പോണേ പുഷ് ഡൗൺ. സോ ഹെവി വെയിറ്റ് ഒക്കെ നമുക്ക് അതേപോലെ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി രണ്ട് കാലും ഈ ലെവലിൽ വെക്കാം. പക്ഷെ ആവറേജ് വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ലെവലിൽ നിന്നാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം സ്ട്രെച്ച്. 1 2 3 4 5. ആ ഒരു ഷോൾഡർ നമുക്ക് ഏത് ലെവലിക്കാണോ എൽബോസ് ഏത് ലെവലിക്കാണ് പോകുന്നത് ആ ലെവലിൽ കൈ വെച്ചാൽ മതി. അധികം അടുത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. അധികം വൈഡായി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഫൈൽ കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ എൽബോസ് ഏത് ലെവലിക്കാണ് കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് പോകണത് ആ ലെവലിക്ക് നമ്മളെ ആംസ് വെക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാല് വെക്കുമ്പോൾ സ്ട്രൈറ്റ് ആക്കിയിട്ട് ഹീലുമ വെക്കണം. ഇങ്ങനെ ഈ ലെവലിക്ക് വെക്കാൻ പാടില്ല. ഈ ലെവലിക്ക് വെച്ചാൽ സപ്പോർട്ട് മൊത്തം നമുക്ക് കാലുമൊക്കെ കിട്ടും. പക്ഷെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ആ ട്രൈസ് നമുക്ക് അധികം ലോഡ് എന്നാണ്ട് ട്രൈസ് കൊണ്ട് പുഷ് ചെയ്യാൻ കഴിയുള്ളൂ. കണ്ടോ, 1 2 3 4 5 6. What up? 10 numbers on it. 3 more. Easy. Push it. 2 more. 3 more. Oh. Okay. That's all needed for the triceps. അപ്പോൾ ഇതിന് ഒരു ഡ്രോപ്പ് സെറ്റ് കൂടി ചെയ്യാണ്ടാവും. ഈ പുഷ് ഡൗണും ഡിപ്സും അവിടെ നമുക്ക് ട്രൈസെപ്സിനെല്ലാം കഴിഞ്ഞു.
ഇങ്ങനെ സ്ക്യൂസ് ചെയ്യണം അകത്തോണ്ട് വന്നിട്ട് ടോപ്പിൽ സ്ക്യൂസ് ചെയ്യണോ? ആ പീക്കിന് ഇൻസൈഡ്. നൈസ്. എത്രയായി പോട്ടാ? 9 സി ഹോൾഡ്. ഹായ്. ആ പന്തൽ ജാം പോവാ. എൻ്റെ പൊന്നി മേലായി വയ്യ. ഇനി ക്യാമറ കൂടെ ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഈസി. എത്രയായി? 2 more. നൈസ്. ലൈറ്റ് സപ്പോർട്ട്. ചെറിയ സപ്പോർട്ട് ഉള്ളൂ പോട്ടാ. നൈസ്. 7 സൂപ്പർ പോട്ടെ. 8 എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പോലും വയ്യാട്ടാ. 9 10 2 more 1 2 മറ്റേതാ കയ്യിന്നൊക്കെ കാലിന്നൊക്കെ പറഞ്ഞില്ല, കയ്യിന്നൊക്കെ പറഞ്ഞില്ല. ദീ വലിപ്പം വരും. അതുവരെ നമ്മൾ കയ്യും കുത്തി ഇറങ്ങുന്നത് ചോദിക്കില്ലേ? 1 2 അടി 1 see excuse 2 super 1 more 7 8 9 ഇല്ല പൊങ്ങണില്ലെന്ന് വെച്ചിട്ട് പറയല്ലേ. Small. മുട്ടുന്നില്ല, മുട്ടണം. സ്പീഡ് പോട്ടെ. 6 7 8 9 10 മതി. ഒന്ന് ഇതാക്കിയിട്ട് ഇളമൈ കാതൽ റിലേ പോന്നു. ശിവനെ ഏത് ജില്ല? അയ്യോ നീ എടുത്തോ, എനിക്ക് ഫോട്ടോ ഉണ്ടോ? എനിക്ക് ഈ ഉള്ള പൊമ്പിൽ ഫോട്ടോ മതി, അല്ലെങ്കിൽ പൊങ്ങൂല. സോ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു. സോ വർക്കൗട്ട് വാസ് ഇൻസെയിൻ. സോ അടിപൊളിയാണ്. നമ്മൾ ട്രൈസും ബൈസും ട്രെയിൻ ചെയ്തു. ഫോറാംസ് ട്രെയിൻ ചെയ്തില്ല, ഫോറാംസും കൂടെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും മാക്സിമം നമുക്ക് കഴിഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്ത് വർക്കൗട്ട് ചെയ്തു, ഫിനിഷ് ചെയ്തു.
and we got a good pump. സോ ഇനി നമ്മൾ ഇതേപോലെ തന്നെ പല ബോഡി പാർട്സും വേറെ ട്രെയിൻ ചെയ്യണ കയറാം. ഒന്നുണ്ടല്ലോ ആംസ് കഴിഞ്ഞു, അടുത്ത ഷോൾഡർ കയറാം, പിന്നെ ബാക്ക് കയറാം. എന്തായാലും വരാൻ പറ്റി, കാരണം 2 പ്രാവശ്യം നമുക്ക് മിസ്സായതാണ്, നമുക്ക് വരാൻ പറ്റിയില്ല നമുക്ക് ട്രിപ്പ് കാരണം. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ വന്നു ചെയ്തു, ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് നമ്മൾ ഇനിയും ചെയ്യണതായി കാരണം ഓൾവേസ് വെൽക്കം. കാരണം ഞാൻ എപ്പോഴും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രോ ആവണം, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതല്ല റിയൽ ലൈഫ്. കാരണം നമ്മൾ പലരും പല സ്ഥലത്തിരുന്ന് വീഡിയോ ചെയ്യുന്നു. അപ്പം നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. എല്ലാവർക്കും ആർക്കും ഈഗോ ജാടയൊന്നും ഇല്ല, എല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ്. ഒറ്റ ഗോളാണ്, അതായത് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യുക, ഈ ഒരു ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരാം, അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. സോ അതിനോട് മാക്സിമം ട്രൈ ചെയ്യും. So that's what is going on here. Yes. And we'll be keep on doing that for you guys. So thank you for all your support. And that's a wrap. And we are done with our workout. Yes. We are going back home. ഇവൻ വ്ളോഗിങ് അങ്ങനെ ചെയ്യാറില്ല, ലൈക്ക് പ്രോപ്പർ വ്ളോഗിങ് പോലെ ചെയ്യാറില്ല. ഐ തിങ്ക് നിന്റെ ഒരു പ്രോപ്പർ വർക്കൗട്ട് വ്ളോഗ് ആണ് ഈ വീഡിയോ, ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബില്. അതെ, നമുക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് മിനി വ്ളോഗ് ചെയ്ത ശീലമുള്ളൂ. ഇപ്പം മൈക്കൊക്കെ വെച്ചിട്ട് ലൈവ് സീൻ സൗണ്ടിൽ ഇവൻ ആദ്യത്തെ ആയിട്ട് വ്ളോഗ് ചെയ്യുന്നത് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമുക്ക് സംസാരം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈപ്പിലാണ്. രണ്ട് വർക്കൗട്ട് എൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നീ ഇപ്പോഴല്ല, നീ മറ്റേ മലപ്പുറം ടൗണിൽ പോയി സംസാരിക്കും, ശീലമാവും. അപ്പോൾ ഇങ്ങനത്തെ പഠിക്കാം. അപ്പോൾ പഠിച്ചു വരാണ്. അപ്പോൾ കീപ്പ് ഓൺ സപ്പോർട്ടിങ് ഇവൻ്റെ ലോങ് വീഡിയോസിന് ആൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഓഡിയൻസും ഐ നോ നമുക്ക് എല്ലാവർക്കും മ്യൂച്വൽസ് ഉണ്ട് ഒരുപാട് പേര്, എന്നാലും ഇവനെയും കൂടെ പുഷ് ചെയ്യുക. ഇവൻ്റെ ചാനൽ ഓൾറെഡി സിൽവർ ബട്ടണൊക്കെ ഉള്ള ആളാണ്. പക്ഷേ മിനി വ്ളോഗ് കയറിയതാണ്, ലോങ് വീഡിയോസ് കയറിയല്ല. സോ ലോങ് വീഡിയോസ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനിയും ഇവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ലോങ് വീഡിയോസ് ഇടുന്നതാണ്. അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വളരട്ടെ, പണിയെടുത്ത് വളരട്ടെ, അതാണ് നമുക്കും വേണ്ടത്. So that's it. This is Gokul signing off from Ali Rocks channel. Okay. അപ്പോൾ ഹാപ്പി ലിഫ്റ്റിംഗ്. സോ ഹലോ ഗൈസ്, നമ്മളെ വീട്ടിൽ കഴിഞ്ഞു, വർക്കൗട്ട് കഴിഞ്ഞു, നമ്മൾ വീട്ടിൽ പോയി. പിന്നെ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചിരുന്ന് കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ വരവിൻ്റെ മെയിൻ കാരണം അതാണ്, അതായത് നമുക്ക് കണ്ട് കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. സോ ഹാപ്പി. സോ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ റെയിൽവേ സ്റ്റേഷൻ പോകാൻ പോകണേ. അതുപോലെ തന്നെ നമ്മൾ പോവുകയാണ് അല്ലേ? നമ്മൾ പോകണേണ്. ഫുഡ് കഴിക്കാൻ നേരെ എന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷനിൽ പോവും. So the day is about to end, but with lots of memories, lots of experience. Okay, so പിന്നെ കാണാം. Bye bye.